ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്ലീനിങ് ടിപ്പുമായിട്ടാണ്. എല്ലാവരുടെ വീട്ടിലും കാണും ഇതുപോലുള്ള ക്രോക്സ് ടൈപ്പ് മോഡൽ ചെരുപ്പുകൾ. ഇത് നമ്മൾ ഒരു കച്ചറ പിടിച്ച് കഴിഞ്ഞാൽ ഒരു മൂലക്ക് ഇടലായിരിക്കും അല്ലേ എല്ലാവരും. ഇതുപോലെ നമുക്ക് പുത്തനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ക്രോക്സ് മോഡൽ ചെരുപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിറയെ അയക്ക് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇതുപോലെ കരിമ്പനടിച്ച പോലത്തെ അഴുക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഈസി ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി ഞാൻ ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം എടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ. ഇനി ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 സ്പൂണ് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനനുസരിച്ചിട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു ബക്കറ്റ് നിറയുണ്ടെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലുള്ള ഒരു മരക്കഷ്ണം എടുത്തിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്ലീച്ചിങ് പൗഡറിൻ്റെ കട്ടകളൊക്കെ നന്നായി ഉടച്ച് വെള്ളത്തിലേക്ക് അലിയും ഭാഗം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ ഉപയോഗിക്കുന്ന സിർക്കയില്ലേ, അത് 1 സ്പൂണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര ചെരുപ്പാണോ കഴുകേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂണ് നിറയെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ബാക്കി ഏജൻറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് ലിക്വിഡ് ഡിഷ് വാഷറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർപ്പിക്കോ അതുപോലെ സർഫോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. സർഫ് ലിക്വിഡ് ടൈപ്പൊക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായി ഒരു മരത്തിൻ്റെ തടി കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ കല്ലുപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം വെള്ളത്തിൽ നന്നായി അലിഞ്ഞു ചേരണം. ഏതാണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ചെരുപ്പ് ഇതിനുള്ളിലേക്ക് നമുക്ക് കമിഴ്ത്തി വെച്ച് കൊടുക്കുക. ഇതിൽ മുങ്ങും ഭാഗം വിധം നല്ലപോലെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് കമിഴ്ത്തി വെച്ച് കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് കൈ യൂസ് ചെയ്യരുത്. ഇതുപോലെ ഞാൻ ഒരു മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ മുങ്ങുന്നത് വിധം ചെരുപ്പിന് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്മേൽ ഒരു വെയിറ്റ് എടുത്ത് വെക്കാവുന്നതാണ്. എന്നാൽ ഇത് പൊങ്ങിക്കളിക്കൂല. പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പായതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി വരുന്നതായിരിക്കും. ഞാൻ അവിടെ ഒരു വെയിറ്റ് ചെരുപ്പിന്മേൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പൊങ്ങി വരില്ല. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ വരെ വെള്ളത്തിൽ മുക്കി വെക്കുക. അതിനുശേഷം നമുക്കിത് ഉരച്ചെടുത്ത് കഴുകാവുന്നതാണ്. അങ്ങനെ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വെച്ച് നമുക്ക് വെയിറ്റ് എടുത്ത് മാറ്റാം. അങ്ങനെ ഞാൻ ഇതിന് മേലെ വെച്ച വെയിറ്റ് എടുത്ത് മാറ്റലാണ്. അപ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെരുപ്പ് എടുത്ത് നോക്കാം. ചെരുപ്പ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ പകുതി നമ്മളെ ഇതിന്മേലുള്ള കച്ചറയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. അതായത് നമ്മളിവിടെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടുകൊടുത്തതാണ്. ഇത് കയ്യിലേക്ക് ഡയറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ കൈയൊക്കെ പൊള്ളുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ നന്നായി ഉരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഉരക്കുമ്പോൾ തന്നെ അതിന്മേലുള്ള കച്ചറൊക്കെ നന്നായി വിട്ട് വരുന്നുണ്ട്. നമ്മൾ കുറേ പ്രാവശ്യം നന്നായി ഉരക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ നോക്കുക. എന്നാലേ നമുക്കിതൊക്കെ വേഗം വിട്ടുകിട്ടുള്ളൂ. ചെരുപ്പിൻ്റെ വള്ളിയിലും അതുപോലെ അടിഭാഗത്തും ഇതുപോലെ നന്നായി ഉരച്ചു കൊടുക്കുക. ഇടയിലൊക്കെ നന്നായി കച്ചറ കാണും. അതുപോലെ ഈ ക്രോക്സ് മോഡൽ ചെരുപ്പിൻ്റെ ഉള്ളിലൊക്കെ നന്നായി കച്ചറ കാണുന്നതാണ്. അത് നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് എത്തുന്നില്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായി ഉരച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ബ്രഷും അതുപോലെ ചെരുപ്പും വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാറ്റം. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നോക്കൂ,
ഇത് 2 ചെരുപ്പിൻ്റെയും വ്യത്യാസം നോക്കൂ. ക്ലീൻ ആക്കിയതും അതുപോലെ നേരത്തെ മുക്കി വെച്ചതിൻ്റെയും വ്യത്യാസം നോക്കൂ. ഇത് എന്ത് പുതുപുത്തനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇനി ഇതാ അടുത്ത ചെരുപ്പും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതാ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ തന്നെ ഇതാ ഒന്ന് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുകയും വേണ്ട. അപ്പോൾ തന്നെ ഇതാ അതിന്മേലുള്ള കച്ചറൊക്കെ നന്നായി വിട്ടുമാറുന്നുണ്ട്. ഇതുപോലുള്ള ഏത് ചെരുപ്പുമായിക്കോട്ടെ, നിങ്ങൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്നതോ അതുപോലെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതോ അതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇടുന്ന ചപ്പലായിക്കോട്ടെ, എല്ലാ ചെരുപ്പും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതാ അതിന്മേലുള്ള അഴുക്കൊക്കെ നന്നായി വിട്ടുമാറുന്നതാണ്. ഇനി ഇതുപോലുള്ള ചെരുപ്പ് ഒരിക്കലും മൂലക്കിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മാസത്തിൽ ഒരു തവണ മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഡെയിലി ക്ലീൻ ചെയ്താൽ പോലും ഇതുപോലെ നമുക്ക് ക്ലീനായി കിട്ടണമെന്നില്ല. ഇനിതാ നമുക്ക് ഇത് രണ്ടും മുക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു നല്ലൊരു ക്ലീൻ വാട്ടർ വെച്ചിട്ട് നമുക്ക് പിന്നെയും ഇത് നന്നായി കഴുകിയെടുക്കാം. ഇതാ വെള്ളത്തിൽ നിന്ന് മുക്കിയെടുക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം. ഇതേ നോക്കൂ, നല്ല വെട്ടിത്തിളങ്ങുന്ന ചെരുപ്പായി മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പോഴത്തെ മിക്ക കുട്ടികളുടെയും കയ്യിലൊക്കെ ഇതുപോലത്തെ ചെരുപ്പ് കാണാം. നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കും, അവർക്ക് വളരെയധികം സന്തോഷമാവും. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ ടിപ്സുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.